ഹലോ, വെൽക്കം ടു TN ന്യൂസ്. ICC ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി 19 UAEയിൽ ആരംഭിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ കടന്നു പോകുന്നു എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ത്യ 2002-ലും 2013-ലുമാണ് ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിട്ടുള്ളത്. 2002-ൽ ഗ്യാങ്ബലിയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടുന്നത്. അന്ന് ഫൈനലിൽ ഇന്ത്യ എതിരിട്ടത് ശ്രീലങ്കയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 222 റൺസ് സ്വന്തമാക്കി. മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങി. 8.2 ഓവറിൽ 32-1 ഒരു വിക്കറ്റ് നഷ്ടമായ സാഹചര്യത്തിൽ മഴയുണ്ടായി. പിന്നീട് ആ കളി തുടരാൻ സാധിച്ചില്ല. അങ്ങനെ ആ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി 2 ടീമുകളുമായി പങ്കിടുകയായിരുന്നു. പിന്നീട് ഇന്ത്യക്ക് ഒരു ചാമ്പ്യൻസ് ട്രോഫി കിട്ടുന്നത് 2013-ൽ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ടൂർണമെന്റിലായിരുന്നു. അന്ന് ഇന്ത്യയുടെ ഫൈനലിൽ എതിരാളി ഇംഗ്ലണ്ടായിരുന്നു. ഇന്ത്യ 2011 വേൾഡ് കപ്പ് ജയിച്ച ആവേശത്തിലായിരുന്നു 2013-ലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് പുറപ്പെട്ടത്. 2011-ൽ നമുക്ക് വേൾഡ് കപ്പ് നേടുന്ന മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു ഈ ടൂർണമെന്റിലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അന്നും 2002-ലേതുപോലെ തന്നെ ഫൈനൽ ദിവസം മഴ പെയ്യാൻ തുടങ്ങി. ഒരു ഓവർ പോലും എറിയാതെ കളി നിർത്തേണ്ടി വരും എന്ന സാഹചര്യം തന്നെ ഉണ്ടായി. അവസാനം 50 ഓവർ എന്ന കളി വൺ ഡേ മാച്ച് 20 ഓവറിലേക്ക് മാറി. ഇരു ടീമുകൾക്കും 20 ഓവർ എന്ന രീതിയിൽ കളി പുനരാരംഭിച്ചു. ഒരു വൺ ഡേ ക്രിക്കറ്റ് പ്രതീക്ഷിച്ചു പോയ ജനങ്ങൾക്ക് കിട്ടിയത് ഒരു 20-20 മാച്ചായിരുന്നു. മഴ പെയ്ത് കണ്ടീഷനാകെ മാറിയ പിച്ചിലായിരുന്നു ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ഇന്ത്യയിലെ എല്ലാ മുൻനിര ബാറ്റർമാരും പെട്ടെന്ന് തന്നെ വിക്കറ്റ് നഷ്ടമായി. ശിഖർ ധവാനും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയുമായിരുന്നു അന്ന് ഭേദപ്പെട്ട സ്കോർ സ്വന്തമാക്കിയത്. ഇത്രയും വിക്കറ്റ് നഷ്ടമുണ്ടായെങ്കിലും 120 പന്തിൽ ഇന്ത്യ 129 എന്ന ഭേദപ്പെട്ട സ്കോറേ നേടിയുള്ളൂ. ഇവിടെ ഇന്ത്യയുടെ വിജയ പ്രതീക്ഷ എല്ലാം തന്നെ മങ്ങിയിരുന്നു. മറുപടി ബാറ്റിങ്ങിനായി ഇംഗ്ലണ്ട് ഇറങ്ങി. ഇംഗ്ലണ്ട് മുഴുവൻ പ്രതീക്ഷയിലായിരുന്നു. കാരണം അവരുടെ ഹോം ഗ്രൗണ്ട് സിറ്റുവേഷൻ എല്ലാം അവർക്ക് അനുകൂലം. മഴ കാരണം പിച്ചിലുണ്ടായ മാറ്റങ്ങളെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. ബാറ്റിംഗ് കണ്ടീഷനുമായി ഇംഗ്ലണ്ട് ബാറ്റിംഗിന് ഇറങ്ങി. ഇവിടെയാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന മഹേന്ദ്ര ജാലക്കാരന്റെ കഴിവ് നമ്മൾ കണ്ടത്. ആ ടൂർണമെന്റിലും ധോണി ബാറ്റ് കൊണ്ട് വലിയ മികവൊന്നും തന്നെ കാണിച്ചിട്ടില്ല. പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റന്റെ മാന്ത്രിക ബുദ്ധിയിൽ അന്ന് ഇംഗ്ലണ്ട് കുരുങ്ങുകയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കൃത്യമായ ഫീൽഡ് പ്ലേസ്മെന്റും കൃത്യമായ ബൗളിംഗ് ചേഞ്ചും രവിചന്ദ്ര അശ്വിൻ എന്ന സ്പിന്നറെ അദ്ദേഹം ഉപയോഗിച്ച രീതിയും അന്ന് ശ്രദ്ധേയമായിരുന്നു. ഒരു ഫൈനലിൽ എന്തുമാത്രം പ്രഷർ ചേസിംഗ് ടീമിന് കൊടുക്കാമോ അത്രയും പ്രഷർ ഇട്ടാണ് ധോണി അന്ന് ബൗളേഴ്സിനെ ബോൾ ഏൽപ്പിച്ചത്. ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ വീണുകൊണ്ടേയിരുന്നു. 8 ഓവറും 3 ബോളും ആകുമ്പോൾ ഇംഗ്ലണ്ട് 46 റൺസിൽ 4 വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ വിജയ പ്രതീക്ഷ കൂടി. പക്ഷെ അവിടുന്ന് ഇയാൻ മോർഗനും ബൊപ്പാരയും ചേർന്ന കൂട്ടുകെട്ട് ഇന്ത്യയുടെ പ്രതീക്ഷകളെല്ലാം തകർക്കുന്നതായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ സിക്സും ബൗണ്ടറികളും നേടിക്കൊണ്ട് അവരവരുടെ പാർട്ണർഷിപ്പ് 50 റൺസിന് മുകളിലേക്ക് കൊണ്ടുപോയി. അവസാനം ഇന്ത്യ ആ ടൂർണമെന്റിൽ തോക്കും എന്നൊരു സിറ്റുവേഷൻ വരെ എത്തി. അവസാനത്തെ 3 ഓവർ 18 ബോളുകൾ മാത്രം. ആരെ കൊണ്ട് എറിയിക്കണം എന്ന ചോദ്യത്തിന് ധോണി ചൂസ് ചെയ്തത് ഇഷാന്ത് ശർമ്മയായിരുന്നു. ഇതിനു മുന്നേ ഇഷാന്ത് ശർമ്മ എറിഞ്ഞിരുന്ന എല്ലാ ഓവറുകളിലും ഇംഗ്ലണ്ട് കൃത്യമായി റൺസ് കണ്ടെത്തിയിരുന്നു. ഇഷാന്ത് ശർമ്മ ആ സാഹചര്യത്തിൽ ഏതൊരാൾക്കും ഒരു ബാഡ് ഓപ്ഷനായിട്ട് മാത്രമേ തോന്നുള്ളൂ. അവിടെയാണ് ധോണി തൻ്റെ ടീം പ്ലേയേഴ്സിൽ അർപ്പിക്കുന്ന വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ മൈൻഡിൽ ആരെവിടെ പ്ലേസ് ആയാൽ കറക്റ്റ് ആയിരിക്കും എന്ന ആ മാജിക് നമ്മൾ ഒരു വട്ടം കൂടെ കണ്ടത്. ഇഷാന്ത് ശർമ്മയുടെ ആ ഓവറിൽ തുടരെ ഇയാൻ മോർഗനും രവി ബൊബ്ബാരയും ഔട്ടാവുന്നത് നമ്മൾ കണ്ടു. അവസാനം ഒരു ഓവർ ജയിക്കാൻ 15 റൺസ് എന്ന നിലയിലായി. അവസാന ഓവർ ആരെറിയും? അവിടെയും ധോണി നമ്മളെ ഞെട്ടിച്ചു. ഇത്തവണ ആ അവസാന ഓവർ എറിയാൻ ധോണി കൊണ്ടുവന്നത് രവിചന്ദ്ര അശ്വിനെയായിരുന്നു. അശ്വിന്റെ ഓരോ പന്തുകളെയും സ്റ്റെമ്പിന് പുറകിൽ നിന്ന് ധോണി കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവസാനം ഒരു ബോൾ ജയിക്കാൻ 6 റൺസ് എന്ന നിലയിലായി. അശ്വിൻ തന്റെ അവസാന ബോൾ എറിയാനായി ഓങ്ങിയിട്ട് ഒന്ന് നിർത്തിയിട്ടാണ് അവസാന ബോൾ അശ്വിൻ എറിഞ്ഞത്. ബാറ്റ്സ്മാൻ വീശി. ധോണി ആ ബോൾ പിടിക്കാൻ പോലും മറന്നുപോയി. അത്രമാത്രം ക്യാപ്റ്റൻ കൂളായ, ഒരു വിജയങ്ങളിലും ആഘോഷിക്കാത്ത, അമിത ആവേശം കാണിക്കാത്ത ധോണി അന്ന് സ്റ്റെമ്പിന് പുറകിൽ നിന്ന് ആർത്തുല്ലസിക്കുന്നത്, ആർത്ത് നിലവിളിക്കുന്നതും
കൈകൾ വീശി സന്തോഷിക്കുന്നത് നമ്മൾ കണ്ടു. ഒരിക്കലും വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ പോലും ധോണിയെ അത്ര ഒരു എക്സൈറ്റ്മെന്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം അദ്ദേഹം ഈ ലോകത്ത് ഇതുവരെ ആരും നേടാത്ത ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നു. ICICയുടെ 3 വിജയ കപ്പുകളും ഉയർത്തുന്ന ഒരേ ഒരു ക്യാപ്റ്റൻ. അത് ധോണിയായി മാറുന്ന നിമിഷമായിരുന്നു അത്. 2020 വേൾഡ് കപ്പ് എടുക്കുന്നു, ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി എടുക്കുന്നു. 3 കപ്പുകളും ഏറ്റുവാങ്ങിയ സ്വന്തമാക്കിയ ഒരേ ഒരു ക്യാപ്റ്റനായി ധോണി അന്ന് മാറുകയായിരുന്നു. ആ ആവേശമായിരുന്നു സ്റ്റെമ്പിന് പുറകിൽ നമ്മൾ അന്ന് കണ്ടത്. 2013 ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം ഇന്ത്യ മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി ഫേസ് ചെയ്യുന്നത് 2017 ഇത്തവണയും ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഒരുപാട് ഏറെയായിരുന്നു. ഇന്ത്യ എല്ലാ കളികളും വിജയിച്ച് അവസാനം ഫൈനലിലെത്തി. ഫൈനലിൽ ഇന്ത്യ നേരിടേണ്ടി വന്നത് പാകിസ്ഥാനെയായിരുന്നു. ഇതുവരെ ഒരു ICC ടൂർണമെന്റിലും ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചില്ല. ആ ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ടായിരുന്നു. ടോസ് ഇട്ട് പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ നേടിയത് 338 എന്ന ഭീമാകാരമായ റൺസായിരുന്നു. ഈ മല കയറി ഇറങ്ങാൻ ഇന്ത്യൻ ബാറ്റേഴ്സിന് കഴിയുമെന്ന് തന്നെ ഇന്ത്യ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചു. അവർ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു മഹാത്ഭുതം സംഭവിക്കുമെന്ന് എല്ലാവരും പ്രത്യാശിച്ചു. പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പാകിസ്ഥാൻ ബൗളേഴ്സിന് മുമ്പിൽ മുട്ടുമടക്കുന്നതും കുത്തിതെറിക്കുന്നതുമാണ് നമ്മൾ കണ്ടു നിന്നത്. ആ മാച്ചിൽ ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നമ്മൾക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ആദ്യം ഒരു എഡ്ജെടുത്ത് ക്യാച്ച് പോകുമ്പോൾ അതാ ഫീൽഡർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരു ആശ്വാസം, ഒരു ദീർഘനിശ്വാസം എടുത്തു വിട്ടു. അടുത്ത പന്തിൽ അതേ ബോളിൽ മറ്റൊരു ക്യാച്ചിനായി വിരാട് കോഹ്ലി ഔട്ടാവുന്നത് നിസ്സഹായരായി നമ്മളെല്ലാവരും നോക്കിയിരുന്നതാണ്. ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്നു അന്ന് അവിടെ അവസാനിച്ചത്. പിന്നീടിറങ്ങിയ ബാറ്റ്സ്മാൻമാരെ ഒന്നൊന്നായി കൊഴിയുമ്പോൾ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ചെറുതായി ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത്. ഉഗ്രൻ സിക്സറിലൂടെയും പുറകെ ബൗണ്ടറികൾ നേടിയും അദ്ദേഹം ഇന്ത്യക്ക് പ്രതീക്ഷയുടെ ഒരു ചെറുനാം വിട്ടു. പക്ഷേ അധികം വൈകാതെ ജഡേജയുടെ ഒരു മിസ് കോളിൽ വന്ന റണ്ണൌട്ടിൽ ഹാർദിക് വിക്കറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ 337 റൺസ് എന്ന ഭീമാകാരമായ ടോട്ടൽ ചേസ് ചെയ്യാനെത്തിയ ഇന്ത്യ 158 റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. പാകിസ്ഥാന് 180 റൺസിന്റെ വിജയം. ചരിത്രത്തിൽ ഇന്ത്യയെ ഒരു വേൾഡ് കപ്പ് സീരീസിൽ പാകിസ്ഥാൻ ഇത്രയും റൺസിന് തോൽപ്പിക്കുന്നത് അന്നത് ആദ്യമായിരുന്നു, അതും ഒരു ഫൈനലിൽ. ആ ചാമ്പ്യൻസ് ട്രോഫി ഒരിക്കലും ഒരു ഇന്ത്യക്കാരന് മറക്കാൻ സാധിക്കില്ല. അതിനുശേഷം പല കാരണങ്ങളാൽ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടക്കാതെ പോയി. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം 2025 ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ അരങ്ങുണരുകയാണ്. മറ്റുള്ള ടൂർണമെന്റിൽ നിന്നും ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രത്യേകത എന്തെന്നാൽ മികച്ച റാങ്കിങ്ങിൽ ടോപ്പ് 8 ടീംസാണ് ഇതിൽ മത്സരിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ മത്സരിക്കുകയും പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 4 വരുന്ന ആൾക്കാർ ഫൈനലും സെമി ഫൈനലും കളിക്കുകയും ചെയ്യും. ഇതിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത് ഫെബ്രുവരി 20 ബംഗ്ലാദേശുമായിട്ടാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മധുര പ്രതികാരത്തിനായി ഓരോ ഇന്ത്യക്കാരും അക്ഷമരായി കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നത് ഫെബ്രുവരി 23 ഒരു ഫൈനലിൽ തോറ്റ ക്ഷീണം ഇന്ത്യക്ക് പ്രതികാരമായി അവർക്ക് മേൽ പെയ്തിറങ്ങാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി. ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം കഴിഞ്ഞു. ഒരുപാട് ചോദ്യങ്ങളും ടീം സെലക്ഷന്റെ കാര്യത്തിൽ വന്ന പിഴവിനെ പറ്റിയും ഒരുപാട് ആരോപണങ്ങൾ ഇന്ത്യ ഇപ്പോൾ നേരിടുകയാണ്. ഇതിനെല്ലാം മറികടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു ചാമ്പ്യൻസ് ട്രോഫിയുമായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പ് നഷ്ടപ്പെട്ട ഇന്ത്യക്ക് 2020 വേൾഡ് കപ്പ് ഒരു ആശ്വാസമായിട്ടേ ഉള്ളൂ. അതിനെല്ലാമുള്ള ഒരു പ്രതികാരമാണ്. ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഓസ്ട്രേലിയക്കുള്ള പ്രതികാരം കൂടെയാണ് നമുക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി സീരീസ്. ഈ ഫൈനലിൽ ഇന്ത്യ വിജയിച്ച് ചാമ്പ്യൻസ് ട്രോഫിയുടെ കപ്പ് UAE നിന്നും ഇന്ത്യയുടെ മണ്ണിലേക്ക് എത്തുന്നത് കാണാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. പ്രതീക്ഷയോടെ.